ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു തിരക്ക് പിടിച്ച ദിവസമാണ് കേട്ടോ. വലിയ ബിസിയാണ്. കാര്യം ഇന്ന് മാജിക് ഓവൻ്റെ ഷൂട്ടുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ സിമ്പിളായിട്ടൊരു ലഞ്ചാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. കാര്യം ഉച്ച കഴിഞ്ഞാണ് ഷൂട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ ലഞ്ച് ഉണ്ടാക്കണം, ഭക്ഷണമൊക്കെ കഴിക്കണം. പിന്നെന്താ പറയുക, പിന്നെ കുറച്ച് തയ്യാറെടുപ്പുകളും കൂടി ഉണ്ട് കേട്ടോ. കുറച്ച് ചെറുപയർ രാത്രി തന്നെ ഞാൻ വെള്ളത്തിലിട്ടിരുന്നു. അതേ നോക്കി ഇപ്പോൾ നല്ല സോക്കായിട്ട് ഇരിക്കുകയാണ്. ഇങ്ങനെ കുതിർത്ത ചെറുപരിപ്പാണെങ്കിൽ നമുക്ക് കുക്കറില്ലാണ്ട് തന്നെ വേവിച്ചെടുക്കാം. പിന്നെ കൂർക്ക എന്ന് പറഞ്ഞൊരു കിഴങ്ങുണ്ടല്ലോ, കൂർക്ക, അതെൻ്റെ ഫേവററ്റാണ്. അത് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതെല്ലാം അരിഞ്ഞു കഴിഞ്ഞു. പച്ച ഏത്തക്കായും അതുപോലെ തന്നെ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. ഇത് രണ്ട് കാര്യങ്ങളും എൻ്റെ ഫേവറേറ്റ്സാണ്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ചിട്ടൊരു എരിശ്ശേരി ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ. കുറച്ച് പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങളും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പൈനാപ്പിൾ പുളിശ്ശേരിയുമാകാം. ഏകദേശം ഒരു 1.5 കപ്പോളം ഉണ്ട്. കൽച്ചട്ടിയിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിരുന്നു, അത് തിളച്ച് തുടങ്ങി. ഇനി ഇതിലേക്ക് കുതിർത്ത പയർ ഇട്ട് കൊടുക്കാം. ഏകദേശം 1 കപ്പോളം ഉണ്ട് കുതിർത്ത പയർ, ചെറുപയറാണ്. ഇതോടൊപ്പം തന്നെ കൂർക്കയുടെ പീസസും ഇടാം. ഏകദേശം 1.5 കപ്പെന്ന് പറയാം. പച്ച ഏത്തക്കയും ഇടുന്നു. 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂണോളം പിരിയൻ മുളകിൻ്റെ പൊടിയും കൂടി ചേർക്കാം. നോക്കി നന്നായി തിളച്ച് മറിയുന്നുണ്ട്, കണ്ടില്ലേ? ഇത് കൽച്ചട്ടിയുടെ ഒരു പ്രത്യേകതയാണ്. ചൂടായി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ചൂട് റീറ്റെയിൻ ചെയ്യും. ഇപ്പോൾ ഏകദേശം 3/4 ഭാഗം വെന്ത് കഴിഞ്ഞു. ഈ നമ്മൾ വേവിക്കാനിട്ട കാര്യങ്ങളൊക്കെ ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. ഈ സമയത്ത് ഉപ്പ് ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരല്പം ഉപ്പും കൂടി ചേർക്കുന്നു. തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്, എന്നിട്ട് നോക്കിയേ ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്നത്. ഈ ഒരു ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു പാത്രത്തിൻ്റെ പ്രത്യേകതയാണ്, അതിൻ്റെ ചൂട് കൊണ്ടാണ് ഇങ്ങനെ തിളയ്ക്കുന്നത്. ചാറൊക്കെ ഏകദേശം പകുതിയോളം വറ്റിക്കഴിഞ്ഞു. ഇനി അരപ്പ് ചേർക്കാം. ഇനി അരപ്പുണ്ടാക്കാനായിട്ട് 1.5 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, 2 വലിയ അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 3 വലിയ പച്ചമുളക്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് അരപ്പും റെഡി. ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചെറിയ തീയിൽ കിടക്കുകയാണ്, അപ്പോൾ അരപ്പിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. എല്ലാം ഓക്കെ മതി. ഇനി കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇടുന്നു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കും. ഇനി താളിക്കലാണ്. നല്ല വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞു. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്തു. 1 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക് മുറിച്ചതും, കുറച്ച് കറിവേപ്പിലയും. ചൂടോടുകൂടി തന്നെ നമ്മുടെ എരിശ്ശേരിയുടെ മുകളിലേക്ക് ഒഴിക്കുന്നു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് ഉപ്പ് നോക്കട്ടെ. ഓക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ഇച്ചിരി ചാറോടുകൂടി റെഡി ആയിരിക്കുന്ന പോലെ തോന്നുന്നില്ലേ? പക്ഷേ ഈ ഒരു ചൂടിലിരുന്നിട്ട് ഇനി കുറച്ചുകൂടി അതിൻ്റെ ചാറ് വറ്റും. അപ്പോൾ കറക്റ്റ് പാകാകും. ഇനി പുളിശ്ശേരിക്കുള്ള പൈനാപ്പിൾ പീസസും കൂടി വേവിച്ചെടുക്കണം. 1.5 കപ്പ് വെള്ളം ഒഴിക്കുന്നു. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നു. ഓക്കെ, ഇനി ഇതൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് വേകട്ടെ. ഇനി ഇതിന് വേണ്ട അരപ്പും കൂടി റെഡിയാക്കി എടുക്കാം. 1 കപ്പ് തേങ്ങ ചിരകിയത്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 2 പച്ചമുളക്, ഒരു 3 കൊച്ചുള്ളി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് നമ്മൾ കഷ്ണങ്ങൾ ചേർത്തു, ഇതിലും കൂടി വേണം. നല്ല പേസ്റ്റ് പോലെ, മഷി പോലെ അരച്ചെടുക്കണം. അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. പൈനാപ്പിളെല്ലാം പാകത്തിന് വെന്ത് കഴിഞ്ഞു. കുറച്ച് ചാറും ബാക്കിയുണ്ട്. അപ്പോൾ തീയൊക്കെ നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം. ഇനി അരപ്പ് ചേർക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു. മിക്സിയുടെ ബൗൾ കഴുകിയ വെള്ളവും കൂടി ചേർക്കുന്നു. വീണ്ടും മിക്സി. ഇനി കുറച്ച് ഉപ്പ് ചേർക്കാം.
കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കണം. ഇത് അല്പം മധുരമുള്ള ഒരു പുളിശ്ശേരിയാണ്, പൈനാപ്പിൾ പുളിശ്ശേരി. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആദ്യം ചേർക്കുന്നു. ഇനി കുറച്ചുകൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് പഞ്ചസാരയും കൂടി വേണം. എനിക്ക് ഇച്ചിരി മധുരത്തിലാണ് ഇഷ്ടം, അത് കാരണം ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുകയാണ്. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി പോലെ കേട്ടോ. അല്ലേ, എനിക്കിത് നല്ല സ്വീറ്റ് ആൻഡ് എന്താ പറയുക, ചെറിയൊരു പുളിയും മധുരവും ഒക്കെ ആയിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. ഇവിടെ എല്ലാവർക്കും അങ്ങനെ തന്നെ. അത് എത്ര മധുരം വേണമെങ്കിലും 1 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രം ചേർത്താലും മതി നിങ്ങൾ ചെയ്യുമ്പോൾ. ഇനി ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഒരു പച്ചച്ചുവ മാറിയാൽ മാത്രം മതി. അടുപ്പിൽ നിന്നും മാറ്റി തണുക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ട് മാത്രം മതി തൈര് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഒരു മാങ്ങാ ചമ്മന്തിയും കൂടി ആയാലോ. എനിക്ക് വലിയ ഇഷ്ടമാണ് മാങ്ങാ ചമ്മന്തി, ഇവിടെ പൂച്ചേനും ഇഷ്ടമാണ്. അതൊരു തട്ടിക്കൂട്ട് പരിപാടിയാണ്, എങ്കിലും തട്ടിക്കൂട്ടാം. ഒരു 1.5 കപ്പ് തേങ്ങാ ചിരകിയതും, ഒരു 2 പച്ചമുളകാകാം, 1 ടീസ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി, പിന്നെ ഒരു 5 കൊച്ചുള്ളി, പിന്നെ ഒരു മാങ്ങയുടെ ഒരു എന്താ പറയുക, ഒരു സൈഡ് കട്ട് ചെയ്തെടുത്തത്, തൊലിയെല്ലാം മാറ്റിയിട്ട്. പിന്നെ മാങ്ങയുടെ പുളി അനുസരിച്ചിട്ടാണ് കേട്ടോ എത്ര മാങ്ങയുടെ പീസ് ചേർക്കണമെന്ന് തീരുമാനിക്കും. ഒരുപാട് പുളിയുള്ളതാണെങ്കിൽ കുറച്ച് മതി. ഇതധികം പുളിയില്ലാത്ത മാങ്ങയായിരുന്നു. കുറച്ച് ഉപ്പും കൂടി എടുക്കുന്നു. ഇനി മിക്സിയുടെ ജാറിൽ എല്ലാം കൂടി ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളം ഒട്ടും ചേർക്കേണ്ട ആവശ്യം വരില്ല. നമ്മൾ സ്പൂൺ കൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ടിട്ട് വീണ്ടും അരച്ചാൽ മതി. നോക്കിയേ, ചമ്മന്തി റെഡി. ടേസ്റ്റി ടേസ്റ്റി ചമ്മന്തി ഈസ് റെഡി. ഒരു ബൗളിലേക്ക് മാറ്റട്ടെ. കുറച്ച് കറിവേപ്പിലയും കൂടി അതിനകത്തേക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്ത് ചേർക്കാം. ഇനി ഒന്ന് ഉരുട്ടി എടുക്കുന്നു. കൈ കൊണ്ടിങ്ങനെ ഉരുട്ടി ഉരുട്ടി ഒരു റൗണ്ട് ബോളാക്കി എടുക്കുക. ഒരു രക്ഷയുമില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ മാങ്ങ ചമ്മന്തി എന്ന് പറഞ്ഞാൽ. അതെ, ഇവിടെ നോക്കിയേ, പൈനാപ്പിൾ കൂട്ട് നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി നല്ല കട്ടിത്തൈര് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഒരു വിസ്ക് വെച്ച് ഉടയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എന്നിട്ട് ആവശ്യാനുസരണം കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 1 കപ്പോളം തൈര് ഞാൻ ചേർത്തു എന്ന് തന്നെ പറയാം. ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നതിൽ തെറ്റില്ല. ആഹാ, വാവ്, പെർഫെക്റ്റ്, അടിപൊളി ടേസ്റ്റ് കേട്ടോ, ഒരു രക്ഷയുമില്ല. ഇനി നമ്മൾ താളിച്ചിടൽ. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങി. 1 ടീസ്പൂൺ കടുക്, ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇടാം. വറ്റൽമുളക് 3 എണ്ണം മുറിച്ചത്, കറിവേപ്പില, എല്ലാം പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് തീ ഓഫ് ചെയ്തിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നേരെ നമ്മൾ പൈനാപ്പിൾ പുളിശ്ശേരിയുടെ മുകളിലേക്ക് ഒഴിക്കുന്നു, ചൂടോടുകൂടി തന്നെ. ഇത് നോക്കി, ആ ഒരു മുളക് പൊടി ഇടുന്നത് കൊണ്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് കിടക്കുന്നുണ്ടോ, എണ്ണയുടെ കൂടെ ചുമന്ന ഒരു ഓറഞ്ച് കളർ, നല്ല ഭംഗിയില്ലേ കാണാൻ. നോക്കി, എരിശ്ശേരിയുടെ കൺസിസ്റ്റൻസി ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഈ പാത്രത്തിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ചാറെല്ലാം കുറച്ചുകൂടി വറ്റുന്ന. ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞു എരിശ്ശേരിയുടെ. ഇനി ഊണ് വിളമ്പാം. നല്ല ചമ്പാവരി ചോറും എരിശ്ശേരി ഒരു സൈഡിലായിട്ട്, നല്ല യമ്മി യമ്മി പൈനാപ്പിൾ പുളിശ്ശേരി മുകളിൽ ഒഴിക്കാം. സൈഡിലായിട്ട് കുറച്ച് മാങ്ങാ ചമ്മന്തി. ആഹാ, അടിപൊളി. എന്തായാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞു. പക്ഷെ പെട്ടെന്ന് അധികം ഐറ്റം ഒന്നും ഞാൻ ഉണ്ടാക്കില്ല. ഒരു ഒഴിച്ച് കറിയും ഒരു തൊടുകറിയും പിന്നെന്താ ഒരു ചമ്മന്തി മാത്രം മതിയല്ലോ ഭക്ഷണം കഴിക്കും. പിന്നെ തൈരുണ്ട്, അധികം പുളിയില്ലാത്ത തൈര്, കട്ട തൈരുണ്ട്.
പിന്നെ അച്ചാറുണ്ട്, പപ്പടമുണ്ട്, അതൊക്കെ ധാരാളം മതി. എല്ലാ ദിവസവും ഇറച്ചി മീനും വേണമെന്ന് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ചില ദിവസം അഡ്ജസ്റ്റ്മെൻറ്റ് ആയിട്ട്, പക്ഷേ ഇത് ഹെൽത്തി, എന്താ പറയുക, ടേസ്റ്റി ഐറ്റം. ഓക്കെ, അപ്പോൾ കഴിക്കാൻ പോകുന്നു. അപ്പോൾ ഞാൻ വേഗം കഴിച്ചിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ടീമെല്ലാം വരും, മാജിക് അവൻ്റെ. അപ്പോൾ അവർ വന്നാൽ ഉടനെ തന്നെ ഇപ്പോൾ ഞാൻ സാരി വാങ്ങാൻ പോവുകയാണ്, ഓടിപ്പോയി മേടിച്ചിട്ട് വരാം. അവരെ സെറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ തിരിച്ചെത്തും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാന പരിപാടികൾ. കഴിച്ചാലോ? ടേസ്റ്റി ഭക്ഷണം കഴിക്കാൻ പോകുന്നു. അയ്യാ, പൈനാപ്പിൾ പുളിശ്ശേരിയും ചമ്മന്തി. ഇതെനിക്കിഷ്ടമുള്ളൊരു കാര്യമുണ്ട് ഇതിനകത്ത്, കൂർക്ക. ചെറുപയർ ഫുൾ ഓഫ് പ്രോട്ടീൻ, കൂർക്ക, ഏത്തക്ക, പച്ച ഏത്തക്ക, രണ്ടും എനിക്കിഷ്ടം. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പൈനാപ്പിൾ പുളിശ്ശേരി എല്ലാം കൂട്ടി. ഇതെനിക്ക് ഇച്ചിരി മധുരത്തോടു കൂടി ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പോലും പഞ്ചസാര ചേർക്കണ്ട, 1 സ്പൂണായാലും മതി, 1 ടേബിൾ സ്പൂൺ. ആഹാ, എക്സലൻ്റാണ്. കഴിക്കട്ടെ. ഒരു രക്ഷയില്ല. നമ്മുടെ ചമ്മന്തി ഞാൻ പറഞ്ഞില്ലേ, ചമ്മന്തി മാത്രം മതി സത്യം പറഞ്ഞാൽ ചോറിന്. ചമ്മന്തിയും പുളിശ്ശേരി സൂപ്പർ കോമ്പിനേഷനാണ്. കൂർക്ക നോക്കിയാൽ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്തൊക്കെ നല്ല കോമ്പിനേഷൻ അറിയോ ഈ 3 കാര്യങ്ങളും, രക്ഷയില്ല. ഈ പൈനാപ്പിൾ പുളിശ്ശേരി മാമ്പഴ പുളിശ്ശേരിയൊക്കെ പോലെ തന്നെ കേട്ടോ, നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. അതും ചമ്മന്തിയും, പച്ചമാങ്ങയുടെ ചമ്മന്തിയും കൂടെ തരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങൾ ഇത് തന്നെ ഉണ്ടാക്കി കഴിക്കാം. ശരി, എൻ്റെ ഗൂർക്ക ഇങ്ങനെ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലും തോരനുണ്ടാക്കിയാലും ഇങ്ങനെ എരിശ്ശേരിയിലിട്ടാലും ഇഷ്ടമാണ്. മാങ്ങ ചമ്മന്തി വെറുതെ കഴിക്കട്ടെ. അപ്പം മാങ്ങ ചമ്മന്തിയിലുള്ള പച്ച മാങ്ങയുടെ ഒരു ചെറിയൊരു പുളിയും, പൈനാപ്പിൾ പുളിശ്ശേരി പൈനാപ്പിളിൻ്റെ പുളിയും, അതേസമയം മധുരം നമ്മൾ ഇട്ടിട്ടുണ്ട്. മധുരവും എല്ലാം കൂടി വരുമ്പോൾ എന്താ ഒരു ഡെഡ്ലി കോമ്പിനേഷൻ എന്നൊക്കെ പറയില്ല, അതുപോലെ. പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഗംഭീരമാവും. എനിക്ക് സമയമില്ല പപ്പടം കഴിച്ചുകൊണ്ടിരിക്കാൻ. പപ്പടം ഉണ്ട്, കാച്ചി പപ്പടം ഇരിക്കുന്നുണ്ട്. ഓക്കെയാണ്. അച്ചാറും വേണമെങ്കിൽ ആവാം. ഞാൻ കഴിച്ചു തീർക്കട്ടെ, എന്നിട്ട് ബാക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അങ്ങനെ നമ്മുടെ മാജിക് അവൻ്റെ ഷൂട്ടിംഗ് ടീമെല്ലാം എത്തിയിട്ടുണ്ട്. അവരെ സെറ്റ് ചെയ്യാനായിട്ട് സമയമെടുക്കും. ആ ഒരു സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് പാർത്താസ് വരെ ഒന്ന് പോകണം. ഇന്നത്തെ ഷൂട്ടിന് ആവശ്യമുള്ള കുറച്ച് സാരീസും കൂടി വാങ്ങേണ്ട ആവശ്യമുണ്ട്. പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാം, അതാണ് എൻ്റെ പരിപാടി. സാധാരണയായിട്ട് ഞാൻ ഇങ്ങനെ ഷൂട്ടിങ്ങിന് സാരി വാങ്ങാനായിട്ട് കൂടുതലും പോകുന്നത് മാജിക് അവന് കൂടുതലും കോട്ടൺ സാരീസ് അല്ലേ ഉപയോഗിക്കുന്നത്. പാർത്താസാണ് എനിക്ക് ഏറ്റവും കൺവീനിയൻറ്റ്, തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലം. പിന്നെ എനിക്ക് എല്ലാവരെയും പരിചയമുണ്ട്, വർഷങ്ങളായി അവിടെ പോകുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഓടി വന്നത്. നിരാശയാണ് ഫലം. കാര്യം ഒരുപാട് കളക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ അവർ പറയുമായിരുന്നു ന്യൂ സ്റ്റോക്ക് വരാൻ പോകുന്നുണ്ട്, ഒരു 2 ആഴ്ചയും കൂടി എടുക്കും എന്നാണ് പറഞ്ഞത്. എന്തായാലും കൂട്ടത്തിലുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സാരീസൊക്കെ എടുത്ത് എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. കാര്യം ഇവിടെ നിൽക്കുന്നവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അവിടെ ചെല്ലുന്നവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനെ സെലക്ഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്കിഷ്ടപ്പെട്ട സാരീസ് ഉള്ളതിൽ നിന്നും ഞാനിങ്ങനെ സെലക്ട് ചെയ്യാണ്. ആൻഡ് ഫൈനലി ഒരു 3 സാരി മേടിച്ചു, ബില്ലൊക്കെ പേ ചെയ്യുന്നു. ഇനി തിരിച്ച് വീട്ടിലേക്ക് ഫാസ്റ്റായിട്ട് എത്തണമല്ലോ. വീട്ടിൽ
തിരിച്ചെത്തി. ഇവിടെ ഇതേ സെറ്റൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ലൈറ്റൊക്കെ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ ഡ്രസ്സും മാറി മേക്കപ്പൊക്കെ ചെയ്ത് എത്തിയിരിക്കുന്നു. റെഡി ഫോർ ദ ഷൂട്ട്. ഇനി അങ്ങോട്ട് ഒരു ബിസി ഷൂട്ടിംഗ് ടൈമാണ്. നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാണ് മാജിക് അവൻ്റെ ഷൂട്ടെന്ന്. ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലേക്ക് പോകുന്നു. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഈ വ്ളോഗ് എൻജോയ് ചെയ്തു എന്ന് തന്നെ ഞാൻ വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക്, പിന്നെന്താ നല്ലൊരു കമൻറ്റ് തരിക. പിന്നെ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ബി പാർട്ട് ഓഫ് Lekshmi Nair's YouTube family. Thank you so much. Thank you for watching and keep on watching Lekshmi Nair vlogs.